നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇന്ത്യൻ റെയിൽവേയുടെ ഫസ്റ്റ് ക്ലാസ് AC കുപ്പെ ആഡംബര മണിയറയാക്കി മാറ്റി നവദമ്പതികളുടെ യാത്ര. മഹാരാഷ്ട്രയിൽ അരങ്ങേറിയ ഈ അപൂർവ സംഭവത്തിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ കാട്ടുതീ പോലെയാണ് പടർന്നിരിക്കുന്നത്. കടുത്ത സുരക്ഷാ വീഴ്ചയുടെ പേരിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ചീഫ് ടിക്കറ്റ് ഇൻസ്പെക്ടറെയും റെയിൽവേ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. അതായത് ഒരു ട്രെയിൻ യാത്ര, അത് പലതരത്തിലുള്ള സുരക്ഷാ സംവിധാനങ്ങളോട് കൂടിയിട്ടാണ് എല്ലാവരും ദിവസവും ട്രെയിനിൽ യാത്ര ചെയ്യുന്നത്. ജൂലൈ 1 മുതലാണെങ്കിൽ റെയിൽ നിയമങ്ങൾ അല്പം കൂടി കടുപ്പിച്ചിരിക്കുകയാണ് കേന്ദ്ര റെയിൽവേ മന്ത്രാലയം. ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ റെയിൽവേയിൽ തന്നെ ഇത്തരത്തിൽ അവിടെ ഉണ്ടായിരുന്ന ടിക്കറ്റ് ചെക്ക് ചെയ്യുന്നവരൊന്നും തന്നെ അറിയാതെ ഇത്തരത്തിലൊരു യാത്ര സംഘടിപ്പിക്കാനായിട്ട് നവദമ്പതികൾ ഒരുങ്ങുകയും അതിനെ കൈയോടെ തന്നെ അത് പിടികൂടുകയും ചെയ്തിരിക്കുന്നത്. അനുമതിയില്ലാതെ കോച്ചിനുള്ളിൽ അതിക്രമിച്ചു കയറി അലങ്കാര പണികൾ നടത്തിയ ഡെക്കറേറ്റർമാർക്കെതിരെയും റെയിൽവേ കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട്. സൗത്ത് സെൻട്രൽ റെയിൽവേയാണ് ഉദ്യോഗസ്ഥനെതിരെ അടിയന്തര നടപടി സ്വീകരിച്ചിരിക്കുന്നത്. ജൂലൈ 6-ന് മഹാരാഷ്ട്രയിലെ ജൽനയിൽ നിന്നും മുംബൈയിലേക്ക് പുറപ്പെട്ട ബൽഹർഷ മുംബൈ നന്ദിഗ്രാം എക്സ്പ്രസിലാണ് ഈ ഒരു സംഭവം നടന്നിരിക്കുന്നത്. ട്രെയിനിലെ ഫസ്റ്റ് ക്ലാസ് AC കോച്ചിലെ G കൂപ്പയാണ് യാത്രയ്ക്കായി നവദമ്പതികൾ ബുക്ക് ചെയ്തിരുന്നത്. എന്നാൽ വെറുമൊരു യാത്രയ്ക്ക് പകരം തങ്ങളുടെ മധുവിധ യാത്ര അവിസ്മരണീയമാക്കാൻ ഇവർ റെയിൽവേ കോച്ച് മുൻകൂട്ടി അലങ്കരിക്കാൻ പദ്ധതിയിടുകയായിരുന്നു. ട്രെയിൻ ജൽന സ്റ്റേഷനിൽ നിർത്തിയിട്ടിരുന്ന സമയത്താണ് ദമ്പതികൾ ഏർപ്പാടാക്കിയ ഡെക്കറേറ്റർ ആരും അറിയാതെ കോച്ചിനുള്ളിൽ കയറി അലങ്കാര പണികൾ നടത്തിയത്. ചുവപ്പും പിങ്കും വെള്ളയും നിറത്തിലുള്ള ബലൂണുകൾ, ഹൃദയാകൃതിയിലുള്ള അലങ്കാരങ്ങൾ, പൂമാലകൾ, ഫെയറി ലൈറ്റുകൾ എന്നിവയ്ക്ക് പുറമെ ബർത്തുകളിൽ റോസാപ്പൂ ഇതളുകളും വിതറി കൂപ്പെ ആകെ ഒരു 5 നക്ഷത്ര ഹോട്ടലിലെ ഹണിമൂൺ സ്യൂട്ടിന് സമാനമായി മാറ്റിയിരുന്നു. അതായത് ആ AC കോച്ചാണെന്ന് അത് കണ്ടാൽ പോലും പറയില്ല. സാധാരണ ടിക്കറ്റ് എടുത്ത് കൃത്യമായിട്ട് റിസർവേഷൻ ചെയ്തവർക്ക് മാത്രമാണ് ട്രെയിനിലെ റിസർവേഷൻ കോച്ചുകളിൽ, പ്രത്യേകിച്ച് AC കമ്പാർട്ട്മെന്റുകളിലും സ്ലീപ്പറിലൊക്കെ തന്നെ കയറാൻ സാധിക്കുകയുള്ളൂ. അല്ലാതെ അപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ പോയി ടിക്കറ്റ് എടുക്കുന്ന ജനറൽ ടിക്കറ്റിലാണ് ജനറൽ കോച്ചിൽ കയറാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെയുള്ള ഈ ഒരു കൃത്യമായിട്ടുള്ള കർശനമായിട്ടുള്ള നിയമം നിലനിൽക്കുകയാണ് ഇത്തരത്തിൽ ട്രെയിൻ നിർത്തിയിട്ടിരുന്ന സമയത്ത് ഡെക്കറേറ്റർമാർ എത്തുന്നതും ഇത്തരത്തിൽ കോച്ച് പലതരത്തിലുള്ള വസ്തുക്കൾ വെച്ച് അലങ്കരിച്ച് നിർത്തിയിട്ടുണ്ടായിരുന്നത്. ഐ ലവ് യു എന്നെഴുതിയ ബോർഡും വെച്ച് ഒപ്പം പല മെഴുകുതിരികളും കുപ്പയ്ക്കുള്ളിൽ കത്തിവെച്ചിരുന്നു. എത്രത്തോളം അപകടമാണ് എന്ന് ഓർക്കണം. കാരണം ഇത്തരത്തിൽ ഒരു ചെറിയ ഒരു തീനാളം മതി ട്രെയിൻ യാത്രക്കിടയിൽ വലിയ തീപിടുത്തം ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. പ്രത്യേകിച്ച് അതിനുള്ളിൽ പലതരത്തിലുള്ള ബലൂണുകൾ നിറച്ചിട്ടുണ്ട്. മാത്രമല്ല പലതരത്തിലുള്ള തുണികൾ, പല കളറിലുള്ള തുണികളൊക്കെ തന്നെ വെച്ചുകൊണ്ടാണ് അലങ്കരിച്ചിരിക്കുന്നത്. അപ്പോൾ എങ്ങാനും ഈ മെഴുകുതിരിയിൽ നിന്ന് തീനാളം പടർന്നു പിടിച്ച് അത് വലിയൊരു ട്രെയിൻ യാത്രക്കിടെ തന്നെ വലിയൊരു തീപിടുത്തത്തിന് എല്ലാ സാധ്യതകളും അവിടെ നിലനിൽക്കുന്നുണ്ടായിരുന്നു. ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായതോടെ റെയിൽവേ അധികൃതരും ഞെട്ടി. യാതൊരുവിധ മുൻകൂർ അനുമതിയുമില്ലാതെ പുറത്തു നിന്നൊരാൾ പ്രീമിയം കോച്ചിൽ കയറി മണിക്കൂറുകളോളം അലങ്കാര പണികൾ നടത്തിയത് ഗുരുതരമായ സുരക്ഷാ വീഴ്ചയായാണ് റെയിൽവേ മന്ത്രാലയം വിലയിരുത്തുന്നത്. ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെയല്ലാതെ ഇത്രയും വലിയ അലങ്കാരങ്ങൾ കോച്ചിനുള്ളിൽ നടത്താൻ സാധിക്കില്ലെന്ന നിഗമനത്തിലാണ് TTA സസ്പെൻഡ് ചെയ്തത്. സംഭവത്തിൽ കൂടുതൽ ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ട് എന്നറിയാൻ റെയിൽവേ ഉന്നതതല അന്വേഷണവും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കാരണം ഈ ട്രെയിനിലെ ഉദ്യോഗസ്ഥരുടെ കൂടി ഒത്താശയോടെയാണോ അല്ലെങ്കിൽ ഇവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള കൈക്കൂലി നൽകിയതിന് ശേഷമാണോ ഈ നവദമ്പതികൾ ഇത്തരത്തിലുള്ള സാഹസത്തിന് പുറപ്പെട്ടിരിക്കുന്നത് എന്നതുകൂടി റെയിൽവേ അന്വേഷിക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ ഈ വീഡിയോയ്ക്ക് വലിയ രീതിയിലുള്ള പ്രതികരണങ്ങളാണ് ലഭിക്കുന്നത്. സുഹാഗ്രത് എക്സ്പ്രസ്, ഹണിമൂൺ ഓൺ വീൽസ് എന്നിങ്ങനെ ചിലർ ഇതിനെ തമാശയായി എടുത്തപ്പോൾ ഭൂരിഭാഗം പേരും കടുത്ത വിമർശനമായാണ് രംഗത്തെത്തിയത്. AC കോച്ചിനുള്ളിൽ മെഴുകുതിരികൾ കത്തിച്ചു വെച്ചത് വലിയ തീപിടുത്തത്തിന് കാരണമാകുമായിരുന്നില്ലേ എന്നും പണമുണ്ടെന്ന് കരുതി പൊതുമുതൽ സ്വന്തം ഇഷ്ടപ്രകാരം ഉപയോഗിക്കാൻ ആർക്കാണ് അവകാശമെന്നും ആളുകൾ ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട്. ഏതായാലും ദമ്പതികളുടെ ആഘോഷം കഴിഞ്ഞെങ്കിലും റെയിൽവേക്ക് ഇത് വലിയ തലവേദനയായി മാറിയിരിക്കുകയാണ്. ഇന്ത്യൻ റെയിൽവേ തങ്ങളുടെ യാത്രക്കാരുടെ സുരക്ഷയും സൗകര്യവും വർദ്ധിപ്പിക്കുന്നതിനായിട്ട് നിയമങ്ങളൊക്കെ തന്നെ കർശനമാക്കിയിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ
ഇത്തരത്തിൽ അപകടം നിറഞ്ഞ അല്ലെങ്കിൽ ട്രെയിനിലെ ബന്ധപ്പെട്ട അധികൃതർ അറിയാതെ ഇത്തരത്തിൽ 2 പേർ ട്രെയിൻ അകത്ത് കയറുകയും ഡെക്കറേറ്റ് ചെയ്യുകയും അതിനുശേഷം യാത്ര നടത്തുകയും ചെയ്തിരിക്കുന്നതൊക്കെ തന്നെ വലിയ വിമർശനങ്ങൾക്കാണ് വഴിവെച്ചിരിക്കുന്നത്. മാത്രമല്ല ടിക്കറ്റ് ഇല്ലാത്തവർക്കെതിരെ കർശന നടപടികളാണ് എപ്പോഴും റെയിൽവേ എടുക്കാറുള്ളത്. അങ്ങനെയുള്ളപ്പോൾ പണമുള്ളവനെ എന്തും ചെയ്യാം, പൊതുമുതലിൽ എന്തും കാണിക്കാം എന്നുള്ള ഒരു സൗകര്യം ഒരുക്കി കൊടുത്തത് ആരാണ് എന്നുള്ള ചോദ്യമാണ് ഈ വീഡിയോ വൈറലായതിന് പിന്നാലെ തന്നെ സോഷ്യൽ മീഡിയകളിലൊക്കെ തന്നെ ഉയരുന്നത്. ജൻ വിശ്വാസ് ആക്ട് 2026 ഭേദഗതി പ്രകാരം ഒട്ടനവധി പുതിയ നിയമങ്ങളും കനത്ത പിഴകളുമാണ് ഇപ്പോൾ പ്രാബല്യത്തിൽ വരുത്തിയിട്ടുള്ളത്. അതായത് ടിക്കറ്റ് ഇല്ലാത്ത യാത്ര, ടിക്കറ്റോ സാധുവായ പാസോ ഇല്ലാതെ യാത്ര ചെയ്താൽ ഈടാക്കുന്ന കുറഞ്ഞ പിഴ തുക 250 രൂപയിൽ നിന്ന് 500 രൂപയായി വർദ്ധിപ്പിച്ചു. ഇതിനൊപ്പം യാത്ര ചെയ്ത ദൂരത്തിന്റെ യഥാർത്ഥ നിരക്കും നൽകണം. ലേഡീസ് കോച്ചിൽ കയറിയാൽ, വനിതകൾക്കായി സംവരണം ചെയ്തിട്ടുള്ള കോച്ചുകളിലോ ബർത്തുകളിലോ പുരുഷന്മാർ അതിക്രമിച്ചു കയറിയാൽ 2500 രൂപ പിഴ ഈടാക്കും. മറ്റൊരാളുടെ ടിക്കറ്റിലെ യാത്ര, മറ്റൊരാളുടെ പേരിൽ ബുക്ക് ചെയ്ത ടിക്കറ്റോ പാസോ ഉപയോഗിച്ച് യാത്ര ചെയ്താൽ 500 രൂപ പിഴ ഈടാക്കുകയും ടിക്കറ്റ് കണ്ടുകെട്ടുകയും ചെയ്യും. നിരോധിത സാധനങ്ങൾ കൊണ്ടുപോകൽ, ട്രെയിനുകളിൽ സ്ഫോടക വസ്തുക്കൾ, കത്തുന്ന പദാർത്ഥങ്ങൾ തുടങ്ങിയ നിരോധിത സാധനങ്ങൾ കൊണ്ടുപോയാൽ 10,000 രൂപ വരെ പിഴ ഒടുക്കേണ്ടി വരും. പുകവലി, കച്ചവടം, ഭിക്ഷാടനം, ട്രെയിനിലോ റെയിൽവേ പരിസരങ്ങളിലോ പുകവലിക്കുകയോ അനധികൃതമായി കച്ചവടം നടത്തുകയോ ഭിക്ഷാടനം നടത്തുകയോ ചെയ്താൽ 2,000 രൂപയാണ് പിഴ. ലൈറ്റുകൾ അടയ്ക്കണം. രാത്രി 10 മണിക്ക് ശേഷം കോച്ചുകളിലെ പ്രധാന ലൈറ്റുകൾ അണയ്ക്കണം. നൈറ്റ് ലാമ്പുകൾ മാത്രമേ ഉപയോഗിക്കാവൂ. മിഡിൽ ബർത്ത് നിയമം, മിഡിൽ ബർത്ത് യാത്രക്കാർക്ക് രാത്രി 10 മണി മുതൽ രാവിലെ 6 മണി വരെ മാത്രമേ അത് നിവർത്തിക്കിടക്കാൻ അനുവാദമുള്ളൂ. രാവിലെ ഇത് മടക്കി വെക്കണം. രാത്രി 10 മണിക്ക് ശേഷം ട്രെയിനിൽ ഉറക്കെ സംസാരിക്കാനോ മൊബൈലിൽ വലിയ ശബ്ദത്തിൽ പാട്ടുകൾ വെക്കാനോ ഫോൺ കോളുകൾ ചെയ്യാനോ പാടില്ല. ഹെഡ്ഫോണുകൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. തുടങ്ങിയിട്ട് നിയമങ്ങളൊക്കെ തന്നെ ഇന്ത്യൻ റെയിൽവേ കർശനമാക്കിയിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള സാഹസത്തിന് പലരും മുതിരുന്നത്. കാരണം നമുക്കറിയാം റെയിൽവേകളിൽ പലതരത്തിലുള്ള അപകടങ്ങൾ സംഭവിക്കുന്നുണ്ട്. പലപ്പോഴും റെയിൽവേ ട്രാക്കുകളൊക്കെ തന്നെ ട്രെയിൻ അട്ടിമറിക്കാനായിട്ട് പലതരത്തിലുള്ള അപകടം നിറഞ്ഞ വസ്തുക്കൾ റെയിൽവേ ട്രാക്കുകളിൽ കൊണ്ടുവയ്ക്കുന്ന സംഭവങ്ങൾ നമ്മൾ നിരന്തരം കാണുന്നതാണ്, കേൾക്കുന്നതാണ്. ഒപ്പം തന്നെ വന്ദേ ഭാരത് അടക്കമുള്ള ട്രെയിനുകൾക്ക് നേരെ ഉയരുന്ന അതിക്രമങ്ങൾ, വലിയ കല്ലുകൾ എടുത്ത് എറിഞ്ഞ് ചില്ലൊക്കെ പൊട്ടുന്ന സംഭവങ്ങൾ ധാരാളമായി ഉണ്ടാകുന്നുണ്ട്. ട്രെയിൻ യാത്രക്കാർക്ക് പരിക്കേൽക്കുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നിയമം കർശനമാക്കാനായിട്ട് കേന്ദ്രം തീരുമാനിച്ചിരിക്കുന്നത്. കാരണം യാത്രക്കാർക്ക് വളരെ സുരക്ഷിതമായിട്ട് യാത്ര ചെയ്യാൻ, അത് നമ്മുടെ രാജ്യത്തിൻ്റെ ഏത് ഭാഗത്താണെങ്കിലും റെയിൽവേയിലൂടെ വളരെ സുരക്ഷിതമായി യാത്ര ചെയ്യാനുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കാൻ വേണ്ടി കൂടിയാണ് ഇത്തരത്തിൽ നിയമങ്ങൾ കർശനമാക്കി കേന്ദ്രം ഇറക്കിയിരിക്കുന്നത്.